ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ ചമ്മന്തിപ്പൊടിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പാകത്തിന് പുളിയും എരിവും ഒക്കെ ചേർത്ത രുചികരമായ ഒരു വിഭവമാണിത്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ചേരുവകളിൽ വിശേഷപ്പെട്ട ഒരു ഔഷധ സസ്യവുമുണ്ട് എന്നതാണ്. ചങ്ങലം പരണ്ട എന്ന നാട്ടുഭാഷയിൽ വിളിക്കപ്പെടുന്ന ഒരു സസ്യമാണിത്. കാൽസ്യത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സാണിത്. എല്ല് പൊട്ടിയവർക്കും കാൽസ്യത്തിൻ്റെ അഭാവമുള്ളവർക്കും ഇതൊരു പ്രധാന മരുന്നായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു. അതുകൂടാതെ രക്തശുദ്ധിക്കും മുടിയുടെ ത്വരിത വളർച്ചയ്ക്കും ഇത് നല്ലൊരു ഔഷധമാണ്. ഇനി തേങ്ങാ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി 6 കപ്പ് തേങ്ങ, 1 കപ്പ് ഉഴുന്നുപരിപ്പ്, ഒരു 25-30 വറ്റൻ മുളക്, 1 പിടി കറിവേപ്പില എന്നിവയിട്ട് മൂപ്പിക്കുക. തേങ്ങ നല്ല ചുവന്ന നിറത്തിലാകുന്നതാണ് പാകം. നല്ല മൂത്ത തേങ്ങയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ അനുയോജ്യം. ഇതിലേക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വേണമെങ്കിൽ എന്ന് പറഞ്ഞതിന് കാരണം തേങ്ങ വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ അതിലാവശ്യത്തിന് എണ്ണമയം ഉണ്ടായിരിക്കും. തേങ്ങ ചുവന്നു വന്നാൽ അടുപ്പിൽ നിന്നും മാറ്റി അല്പം തണുക്കാൻ വെക്കണം. ഇനി നമുക്ക് ഇത് കുറേശ്ശെയായി പൊടിച്ചെടുക്കാം. അതിനായി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർക്കുക. അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് അല്പം തരിതരിപ്പായി പൊടിച്ചെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ എണ്ണയുടെ അംശം ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ അല്പം കുഴഞ്ഞ രൂപത്തിലായിരിക്കും ചമ്മന്തിപ്പൊടി കിട്ടുക. ഇത് വായു കടക്കാത്ത കുപ്പികളിലാക്കി ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. യാത്രാവേളകളിൽ ഒരു കറിയായി അച്ചാറിനൊപ്പം ഇനി ഇതും കരുതാം. ഒപ്പം ആരോഗ്യവും സംരക്ഷിക്കാം. താങ്ക് യു.